ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിട്രോ എ കാർത്തിക് സുബ്ബരാജ് മൂവി. പുള്ളിയുടെ പടത്തിന്റെ ഒരു രീതി അറിയാലോ, ഏകദേശം അതുപോലുള്ള ഒരു പടം തന്നെയാണ് ഇത്. പിന്നെ ഈ റിട്രോ എന്ന് പറയുന്ന നെയിം എന്താണോ അതിനോട് 100% ഈ ഒരു സിനിമ നീതി പുലർത്തുന്നുണ്ട്. കാരണം 1960 നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അന്നേരം മൊത്തം ആ ഒരു ഷെയ്ഡിലാണ്. മ്യൂസിക് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം മൊത്തം ഒരു റിട്രോ സെറ്റപ്പ് ആണ്. സോ പേര് 100% നീതി പുലർത്തുന്നു. ഈ സിനിമയുടെ പോസിറ്റീവ്സിലോട്ട് വരാം നമുക്ക് ആദ്യം. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. പുള്ളിക്ക് ഇതിനകത്ത് ഒരു എത്ര ലുക്സ് ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. കുറെ ലുക്കുകൾ ഉണ്ട്, കുറെ സ്റ്റൈലിഷ് സീൻസ് ഉണ്ട്, പുള്ളിയുടെ സ്വാഗ്, നല്ല അടിപൊളി കോസ്റ്റ്യൂംസ്. ഇങ്ങനെ നമുക്കൊരു ഫാഷൻ ഷോ കണ്ടിരിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാൻ. പുള്ളിയുടെ ആ ലുക്കും ഒക്കെ നല്ല നല്ല ഭംഗിയാണ് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. എന്തൊരു രസമാണ് പുള്ളി ഇങ്ങനെ കാണാൻ. പിന്നെ അടുത്ത പോസിറ്റീവിലോട്ട് വന്നു കഴിഞ്ഞാൽ അടി. തുടക്കം തൊട്ട് ഒടുക്കം വരെ ഈ സിനിമയ്ക്കകത്ത് അടിയോടടിയാണ്. ഫാൻസുകാർക്ക് ഭയങ്കര വലിയൊരു ട്രീറ്റ് ആണ്. തിയേറ്റർ കടന്നാണെങ്കിൽ അറമാദിക്കും ഫാൻസിന്. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് നല്ല രീതിയിൽ എന്റർടൈൻഡ് ആണ്. എനിക്ക് സംഭവം ബോറായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഫൈറ്റ് ഒക്കെ നൈസായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു 15 മിനിറ്റ് നീളമുള്ള ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. ഞെട്ടിപ്പോയി. അത് എടുത്തത് എങ്ങനെയാണെന്ന് സ്റ്റിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എം ഷെരീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. അത് നമ്മൾ ഒരു സിംഗിൾ ഷോട്ടൊക്കെ സാധാരണ സിനിമയ്ക്കകത്ത് കാണുന്നത് എങ്ങനെയാണ്, ഒന്നെങ്കിൽ ഒരു പാട്ട് സീൻ സിംഗിൾ ഷോട്ട് എടുക്കും, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീൻ എടുക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് അതിനകത്ത് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, ഫൈറ്റ് സീൻസ് ഉണ്ട്. അതും ഫൈറ്റ് പല പല ലൊക്കേഷൻസിൽ, മേളിലും താഴെയൊക്കെ ആയിട്ടാണ്. അത് മേളിലും താപ്പോട്ട് ക്യാമറയൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവർ എങ്ങനെ സെറ്റ് ചെയ്ത് എങ്ങനെ പ്ലാൻ ചെയ്യുന്നു സ്റ്റിൽ അതിന്റെ വല്ല മേക്കിംഗ് വീഡിയോ വന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത്രയും കിടിലമായിട്ട് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ആ ഒരു സിംഗിൾ ഷോട്ട്. അടിപൊളിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മ്യൂസിക്, സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണോ റിട്രോ അതിന് പുള്ളി അറിഞ്ഞ് പണിതിട്ടുണ്ട്. ചില ബീറ്റൊക്കെ വരുമ്പോഴത്തേക്ക് തിയേറ്റർ വിറയ്ക്കും. പല സീൻസും മ്യൂസിക് വെച്ചൊക്കെ അടിച്ചു കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് എന്ന് തോന്നിയ ഒരു കാര്യം നമ്മുടെ മലയാളത്തിന്റെ ജോജോ ജോർജ്. പുള്ളിയുടെ ക്യാരക്ടർ അടിപൊളിയാണ്. അത് ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. നല്ല രീതിയിൽ പണിത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ മാർവലിനകത്തേക്ക് താനോസിനെ കോപ്പി അടിച്ച് അതിന്റെ ഒരു 144p ആന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പിലാണ് ജോജുവിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. പടം മൊത്തത്തിലൊരു തട്ടുപൊളിപ്പൻ ട്രീറ്റ് ആണ്. അതാണ് എനിക്ക് മൊത്തത്തിൽ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഇനി ഇതിന്റെ നെഗറ്റീവ്സിലോട്ട് വരാം. ഏറ്റവും മനോഹരമായി നിരാശപ്പെടുത്തിയത് ജയറാമാണ്. അഗെയിൻ പുള്ളി അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു റോള്, ത്രൂ ഔട്ട് റോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇമ്പോർട്ടന്റ് റോൾ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു റോളിന്റെ ആവശ്യം ഉണ്ട് അതിനകത്ത്. ആ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു റോള് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ കാര്യമൊന്നുമില്ല. ഒരു നിർഗുണൻ റോള്, നമ്മൾ സാധാരണ കാണുന്ന ഒരു കൈൻഡ് ഓഫ് കോമാളി സെറ്റ്. എനിക്ക് പുള്ളിയെ അങ്ങനെ ഒരു റോളിൽ കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സൂര്യയുടെ കൂടെ ആണെങ്കിലും വിജയുടെ കൂടെ ആണെങ്കിലും ആരുടെ എത്ര വലിയ കൊലകൊമ്പന്റെ കൂടെ ആണെങ്കിലും അങ്ങനത്തെ ഒരു റോൾ അഭിനയിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ആ രീതിയിൽ പുള്ളിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ സിനിമയുടെ ഡ്യൂറേഷൻ, ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല എൻഗേജ്ഡ് ആയിട്ട് പോയി. പിന്നെ സെക്കൻഡ് ഹാഫ് ഇത് വേറൊരു സ്ഥലത്തിലോട്ടാണ് പോണേ. അത് ഭയങ്കര ചില ലാഗ്, നല്ല ലാഗ്, ഭയങ്കര ഡ്യൂറേഷൻ. പിന്നെ ഈ സൂര്യയും പൂജ ഹെഗ്ഡെ ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള ഒരു ലവ് പ്രണയം സീക്വൻസ് ഒക്കെ അത് ഇച്ചിരി ഓവറായ, അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ കാണിക്കുന്ന പോലെയൊക്കെ തോന്നിയ ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിനത് ഒരു നെഗറ്റീവ് ഒന്നും തോന്നാനില്ല. എന്നെ കുറച്ചും കൂടെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോജുവിന്റെ കയ്യിലൊരു സാധനമുണ്ട്, ഒരു സ്വർണ്ണക്കറുള്ള സാധനമുണ്ട്. ആ സാധനത്തിന് കുറച്ചും കൂടെ അവരത്രയൊക്കെ ചെയ്ത് സ്ഥിതിക്കുന്നു യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ സൂര്യയുടെ ലുക്ക്, സൂര്യക്ക് ഇതിനകത്ത് ഒരുപാട് ലുക്കുണ്ട്. ബട്ട് ഒരു ലുക്ക്, ജയിലിലുള്ള ഒരു ലുക്ക്, ആ താടി കാണുമ്പോഴേ മനസ്സിലാവും ഒട്ടീരാണ്, പുറയിലെ മുടി കാണുമ്പോഴേ മനസ്സിലാവും വിഗാണ്. അത് ഭയങ്കര ഒരു വെറും വൃത്തിയായിട്ട് ഒരു മേക്കപ്പ് ആയിട്ട് ഫീൽ ചെയ്തു, ആ ഒരു താടിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് കുറെ ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഒട്ടും ഒരു രീതിയിലും കണക്ട് ആയിട്ടില്ല. മൊത്തത്തിൽ ഇതിന്റെ ഒരു സെക്കൻഡ് ഹാഫാണ് ഒരു കുറച്ച് ലാഗ് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് പോയൊരു സിനിമയാണ്. ഇനി നമുക്ക് ഇതിന്റെ കാസ്റ്റിലോട്ട് വരാം. ഒരുപാട് മലയാളി ആക്ടേഴ്സിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ജോജോ ജോർജ്, ജയറാം ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം നമ്മുടെ രമ്യ സുരേഷ്, കോക്ക് പറഞ്ഞ ഒരു ദാരിദ്ര്യം പിടിച്ച നടിയുണ്ടല്ലോ, ദാരിദ്ര്യം പിടിച്ച റോൾ ചെയ്യുന്ന ഒരു നടി. ഏകദേശം ഇതിനകത്തും ഏതാണ്ട് അതുപോലത്തെ ഒരു റോളാണ് പുള്ളിക്കാരത്ത് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിനകത്ത് ജിംസൺ, ആ മെയിൻ വില്ലൻ ഉണ്ടല്ലോ ജിംസൺ, സുജിത് ശങ്കർ എന്ന് പറഞ്ഞിട്ട് പുള്ളി, അയാളും ഇതിനകത്തൊരു റോള് ചെയ്തിട്ടുണ്ട്. ഒരു കോമഡി വില്ലൻ ആണ് പുള്ളി ചെയ്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറെ തമിഴ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കൊന്നും വലിയ റോളൊന്നുമില്ല. ഇതിനകത്ത് മെയിൻ റോളെന്ന് പറഞ്ഞാൽ സൂര്യയ്ക്കും പൂജയ്ക്കും പിന്നെ ജോജു, ഇവർ മൂന്നുമാണ് ഇതിനകത്ത് മെയിൻ ലീഡ് ചെയ്തുകൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്താ പറയാ, ഒരു സൈഡ് റോള് പോലെ വന്ന് പോന്നേ ഉള്ളൂ.
നമുക്കിനി ഒരു കൺക്ലൂഷൻ എന്താണ് സിനിമ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം എൻഗേജ്ഡ് ആയിട്ട് കുറച്ച് ലാഗ് ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ എന്റർടൈൻഡ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സൂര്യയുടെ അടുത്തിടെ ഇറങ്ങിയ മൂവിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ്. ഒരു സൂര്യയുടെ തിരിച്ചുവരവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചുവരവാണെന്ന് തന്നെ പറയാം. തിയേറ്റർ വാച്ചാണ് ഇത്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ് ഇത്. വീട്ടിൽ ഇരുന്ന് നമ്മൾ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ എത്രമാത്രം എറിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ പടം അത്യാവശ്യം കൊള്ളാം. മൊത്തത്തിൽ നോക്കുമ്പോൾ പടം അത്യാവശ്യം കൊള്ളാം. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും എനിക്ക് പറയാനുള്ള. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.